2 യൂണിറ്റ്. ഓക്കെ, BPAE 143 അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ബ്രിക്സ്. ഇതാണ് അതിലെ 13 14 13 and 14 I am going to take. Okay, so 13 is growing role of civil society. Growing role of civil society. See, you know very well, civil society has to improve a lot, you know. Every country, you just see our own country, which is one of the largest, biggest country, and you know what type of so civil society changes are taking place on day-to-day basis. So similarly in other countries as well. But now we are going to talk about Brazil, BRICS, Brazil, Russia, China, and India. Of course, India is also there, and South Africa. These 5 countries, growing role of civil society. So just a brief this thing we will discuss today. Introduction. This 13th unit. So today 13 growing role of civil society. So this unit focuses on the role and impact of civil society in 5 countries. See, ഓരോരോ രാജ്യത്തും ഓരോരോ വിധമാണ് അവരുടെ സിവിൽ സൊസൈറ്റിയുടെ പെരുമാറ്റ രീതി അത് ഡിഫറെൻ്റ് ആണ്. കാരണം ആ രാജ്യത്തിന്റെ ഭരണത്തിനനുസരിച്ചിരിക്കാൻ സിവിൽ സൊസൈറ്റിയുടെ ഇത് അല്ലേ. അപ്പൊ ഇതൊക്കെയുള്ള നിങ്ങൾ വാട്ട് യു കൻ എക്സ്പെക്ട് ഫ്രം there is a huge problem in Israel. Okay, the same way in Afghanistan. അവിടെ ഈ സിവിൽ സൊസൈറ്റിക്ക് എന്ത് റോളാണ് നിങ്ങൾ, അതായത് അൺലെസ് എ സ്റ്റേബിൾ ഗവൺമെന്റ്, എല്ലാം അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ നാളെ എന്താ സംഭവിക്കുകയെന്ന് അറിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ this unit focuses on the role and impact of civil society in 5 countries constituting BRICS. Brazil, Russia, India. നോക്കൂ, ഇത് വലിയ രാജ്യങ്ങളാണ്. ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയൊക്കെ, ആൻഡ് സൗത്ത് ആഫ്രിക്ക. They played a leading role in social and political transformation. നോക്കൂ, എത്രയോ കൊല്ലത്തെ സിവിലൈസേഷൻ ആണ് ഇവിടെ. ഇന്ത്യയിലായിക്കോട്ടെ, ബ്രസീലായിക്കോട്ടെ, ചൈനയായിക്കോട്ടെ, എല്ലായിടത്തും. അതേമാതിരി അവരുടെ ലോട്ട് ഓഫ് റോൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഓരോരോ രാജ്യത്ത് ഓരോരോ വിധ പൊളിറ്റിക്സ് ആണ്, മനസ്സിലായില്ലേ. ഇപ്പൊ ബ്രസീലിൽ നിങ്ങൾക്കറിയാം, പ്രസിഡന്റാണ് കൂടുതൽ പവർ. റഷ്യയുടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ആൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇന്ത്യയുടെ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ nominal head of the state is president of India, but real executive head is prime minister of India. Same way China, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആണ് പ്രസിഡന്റ് ഫോർ ലൈഫ് ലോങ് ആണ് അവിടുത്തെ ഫോർ എവർ. That is, the present president can rule the country till end of his life. Okay, and South Africa, different constitution, and after great struggle, South Africa, Nelson Mandela, all these people, a lot of അവിടെ ബ്ലാക്ക് വൈറ്റ്, ലോട്ട് ഓഫ് സിവിൽ സൊസൈറ്റിയിൽ ഭയങ്കര പ്രശ്നങ്ങൾ. നമ്മളെ ഈവൻ ക്രിക്കറ്റ് കളിക്കാൻ പോണ സമയത്ത് പോലെ അതിൽ കറുത്തത് വെളുത്തെന്ന് പറഞ്ഞിട്ട് ഓരോ നമ്മുടെ ഇന്ത്യയിലത്തെ പ്ലേയേഴ്സിനെ പോലും അവർ അവഹേളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. അവിടെ മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങൾ, പിന്നെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ, വേറെ ആണെങ്കിൽ ആയിക്കോട്ടെ, കറുത്തട്ട ആരെങ്കിലാണെങ്കിൽ അവര് അവഹേളിച്ചായിരുന്നു. പക്ഷെ അവർക്കൊക്കെ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെ പാടില്ല ലോകത്തിൽ. കാരണം വേൾഡ് UN അൺടച്ചബിലിറ്റി, ബ്ലാക്ക് കളർ, ഇതൊക്കെ ഉണ്ടല്ലോ, സ്കിന്ന്, അതിനെ പറ്റിയിട്ടൊന്നും നമ്മളെ പറയാൻ. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ജസ്റ്റ് ടെല്ലിങ് യു, നിങ്ങൾ ഒരിക്കലും ഒരാൾ കറുത്താണ് അല്ലെങ്കിൽ വെളുത്താണ്, അല്ലെങ്കിൽ ഒരാളെ നീയുടെ കറുത്താണ് അല്ലെങ്കിൽ നീ വെളുത്തോളാണ് അല്ലെങ്കിൽ കറുത്തോളാണ്, അതൊന്നും പറയാൻ പാടില്ല. കാരണം അതൊക്കെ ഇതാണ്. ഓരോരുത്തർ കറുത്തായിട്ട് ജനിക്കും, വെളുത്തായിട്ട് അതിൽ യാതൊരു ഇതും ഇല്ല. ദേ ആർ ഓൾ ഇന്നസെന്റ് പീപ്പിൾ. സോ വി ഷുഡ് റെസ്പെക്ട് ഈച്ച് അതർ ആൻഡ് ഗിവ് അറ്റ്മോസ്റ്റ് ലവ് ആൻഡ് അഫെക്ഷൻ. അതാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ ഈ ജീവിതം വളരെ ഷോർട്ടാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കറുപ്പ വെളുപ്പ് അല്ലെങ്കിൽ നീ ധനികൻ അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. എല്ലാ ദിവസവും സന്തോഷമായിട്ട് എല്ലാവരോടും കൂടി പരസ്പര സഹായത്തോടു കൂടി ജീവിതം മുമ്പാകം കൊണ്ടുപോകണം നമ്മൾ ഏറ്റവും നല്ലത്. മനസ്സിലായില്ല? സോ the significant contribution of civil society in different parts of the political system of BRICS is very much commendable. There have been 2 kinds of alignment in the contribution of civil society. One part relates to the study of social movement. ചിലയിടത്തൊക്കെ ഓരോ മൂവ്മെന്റ്, ഇപ്പൊ ഇന്ത്യയിൽ വരുമ്പോൾ തന്നെ പറയാം, ആ സമയത്ത് നമ്മുടെ ഇവിടുത്തെ which has taken place, the issues of the poor and the disadvantaged, വളരെ ദാരിദ്ര്യം നിറഞ്ഞതും ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. കണ്ടില്ലേ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ഏതാനും 1 മണിക്കൂറിന് മുമ്പേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഇത്
മധു എന്ന ഒരു ദരിദ്രനായ ഒരു പാവം പയ്യനെ ഭക്ഷണം എന്തോ എടുത്തു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ധാന്യം എടുത്തു പറഞ്ഞ തല്ലിക്കൊന്നത് അട്ടപ്പാടിയിലെ അല്ലെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ അവരുടെ പനിഷ്മെന്റാണ് ഇപ്പൊ കുറച്ചു മുമ്പേ 1 മണിക്കൂർ മുമ്പേ നമ്മുടെ കേരള ഹൈക്കോടതി കൊടുത്തത്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്നുണ്ട്. ഈവൻ ജസ്റ്റ് 2 days ബാക്ക് കർണാടകയിലെ ഒരാള് പശുവിനെയും കൊണ്ട് പോത്തിനെ കൊണ്ട് നടക്കുന്ന സമയത്ത് അവനെ തല്ലിക്കൊന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഇതെല്ലാം നല്ലതിനല്ല, അത്ര മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഓരോരുത്തർ ജീവിതമാണ്. ഒന്നുമില്ലെങ്കിൽ പശു ആയിക്കോട്ടെ, കാളായിക്കോട്ടെ, ആടായിക്കോട്ടെ, വേറെന്താ, അവൻ അതോടെ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അവന് ജീവിക്കാൻ അനുവദിക്കണം. കാരണം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണത്. എവിടെ വേണമെച്ചാലും നിങ്ങൾക്ക് ജീവിക്കാം, എന്ത് വേണമെച്ചാലും ഓക്യുപ്പേഷൻ ചെയ്യാം. അതിൽ നീ ചെറുത് വലുത് എന്ന് പറയാൻ പറ്റില്ല. സോ ആൻഡ് ദ ഡിസഡ്വാൻറ്റേജ് ആൻഡ് മെയ്ഡ് ദ ഗവൺമെന്റ് റെസിപ്റ്റീവ് ടു ദ നീഡ് ത്രൂ ആൾട്ടറേഷൻ ഫ്രെയിംവർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂഷനും ഫോം ചെയ്യും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ സോഷ്യൽ നമ്മുടെ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി എന്തെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലേ? അനവധി. അപ്പൊ അത് ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ഓരോരോ പ്രൊസീജിയർ ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ എല്ലാ രാജ്യത്തും ഉണ്ട്. സോ ബ്രസീലിന്റെ കാര്യം ആദ്യം പറയാം. ദ റൂട്ട്സ് ഓഫ് സിവിൽ സൊസൈറ്റി ഇൻ ബ്രസീൽ can be traced back in the beginning of 16th century when പോർട്ടുഗൽ ആണ് അവിടെ കോളനിയിലെ, പോർട്ടുഗൽ കോളനി ആയിരുന്നു ബ്രസീല്. ശാന്ത കാസസ് was the first ever CSO established to look after the sick, widows, okay, orphan, anatha and abandoned children, anavadi in the abandoned children. Brazilian civil society appeared during 70s on account of liberalization economy of Brazil. Many forms of civil society groups developed and came into existence to bring about change within the government functioning in Brazil. അങ്ങനെ അനവധി ചേഞ്ചസ് അവിടെ നടമാടി. ഒന്നാമത് വളരെ പുവർ, ഡിപ്രൈവ്ഡ് ഉണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ ലൈവ്ലിഹുഡ്. പിന്നെ അതേമാതിരി ലിമിറ്റഡ് ആക്സസ് ടു പബ്ലിക് ഗുഡ്സ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഓക്കെ, പിന്നെ ദെൻ ഒതോറിറ്റേറിയൻ, അതായത് ഞാനെന്താ ഭാവം, ഞാൻ പ്രസിഡന്റിനും ആയിക്കോട്ടെ, അല്ലെ രാജാവായിക്കോട്ടെ, വേറെ ആരായിക്കോട്ടെ, നിങ്ങൾക്കല്ലേ പോർട്ടുഗീസുകാരും ബ്രിട്ടീഷുകാരും ഭരിക്കുമ്പോൾ എന്തായിരുന്നു എതിര് പറയാൻ പറ്റില്ല, തലവെട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതേമാതിരി എഡ്യൂക്കേഷണൽ, ഹെൽത്ത്, വാട്ടർ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിൽ പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഓരോരോ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. സോ ദി മൂവ്മെന്റ്, ഓരോരോ മൂവ്മെന്റ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീഡം മൂവ്മെന്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? ഇതൊക്കെ നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെ ഒരു ഉപ്പ് സത്യാഗ്രഹം എങ്ങനെ, അതേ പ്രകാരം ഓരോ രാജ്യത്ത് ഓരോ വിധം ഇതാ. അപ്പൊ അവിടെ ബ്രസീൽ പോർട്ടുഗൽ കോളനി ആയിരുന്നു, നമ്മുടെ ഗോവ പോർട്ടുഗീസുകാരുടെ കോളനി ആയിരുന്നല്ലോ. മനസ്സിലായില്ലേ? ഇപ്പൊ വാസ്കോഡി ഗാമ നമ്മുടെ കോഴിക്കോടല്ല ആദ്യം വന്നത്. അപ്പൊ ഇതൊക്കെ നോക്കുക, ഓരോരോ സ്ഥലത്ത് ഓരോരുത്തർ. ഈവൻ മൺസപ്പനിട്ട് അമേരിക്ക ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഒരു കാലത്തും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഈ ബ്രിട്ടീഷുകാർ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? താമസം എവിടെ എല്ലാം പിടിച്ചടക്കിയിട്ട് ഒക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ കച്ചവടം ഇവിടെ വന്ന ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയില് ഇവിടെ നമ്മുടെ. സോ ഇവിടെ the movement started on account of the following parameters: organization of popular movements of the urban poor at the local and regional, നമ്മുടെ സിറ്റിയിലോ ആയിക്കോട്ടെ, ടൗണിലായിക്കോട്ടെ, റൂറൽ ആയിക്കോട്ടെ, വളരെ അവരെ മുതലെടുത്തിട്ടും ചിലവരെ ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ. ആൻഡ് റീജിയണൽ ലെവൽ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ സാനിറ്ററി മൂവ്മെന്റ്, അവിടുത്തെ ഒരു പ്രത്യേക മൂവ്മെന്റ് ആണ്. നമ്മുടെ ഇവിടെ അനവധി മൂവ്മെന്റ് ഉണ്ടല്ലേ ഫോർ യൂണിഫൈഡ് ഹെൽത്ത് സിസ്റ്റം, അതായത് ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് അവിടെ. ഓർഗനൈസ് മൂവ്മെന്റ് ഫോർ എ നാഷണൽ അർബൻ റിഫോം, ഇത് അവിടെ നടന്ന കാര്യമാണ്. ഇതേമാതിരി ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാവില്ല, ഇന്ത്യയിലുള്ളത് അവിടെ ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ്, ദി എമർജൻസ് ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻസ് അറ്റ് പ്രൊഫസേഴ്സ്, അങ്ങനെ പിന്നീട് പ്രൊഫഷണൽ അസോസിയേഷൻ, പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാം ഉണ്ടായി. ദി ഫോർമേഷൻ ഓഫ് മെനി ഓർഗനൈസേഷൻ കൺട്രീസ്, അങ്ങനെ അനവധി ഓർഗനൈസേഷൻസ്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി ഇന്ത്യയിൽ എങ്ങനെ. അതേമാതിരി ഇപ്പൊ അവിടെ ഓരോരോ ഓർഗനൈസേഷൻ, നമ്മൾ ഓർഗനൈസേഷൻ കൊണ്ട് നടക്കാൻ വയ്യ, മനസ്സിലായില്ലേ? പക്ഷെ പലതും പ്രയോജനമില്ലാത്ത ഓർഗനൈസേഷൻസും ഉണ്ട്, മനസ്സിലായോ? ഒരു പ്രയോജനം ഇല്ലാത്ത പല ഓർഗനൈസേഷനും ഉണ്ട്. ബിൽഡിംഗ് കെട്ടിയിട്ട് അങ്ങനെ കിടക്കണം അവിടെ. ഉദാഹരണം ഞാൻ പറയട്ടെ, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞിരപ്പുഴ പദ്ധതി നടന്നു. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇറിഗേഷൻ കേരളത്തിന്റെ. അതിനുവേണ്ടി പണിത അനവധി ബിൽഡിങ് അപ് ടു ഷൊർണൂർ, അങ്ങനെ കാട് കയറി കിടക്കുന്നു. സ്ഥലം അവിടെ തന്നെ കിടക്കുന്നു, ബിൽഡിംഗ് അവിടെ തന്നെ കിടക്കുന്നു. എത്രയോ വർഷങ്ങളായിട്ട്
പൈപ്പ്, പലതും ഇലക്ട്രിക്കൽ, പിന്നെ പില്ലർ, അത് സോ മെനി തിങ്സ്, യുനോ, അൺയൂസ്ഡ് ബിൽഡിങ്സ് ആൻഡ് ആസ് ഇറ്റ് ഈസ് ലൈങ് ദർ ആക്ച്വലി. അപ്പോൾ നമ്മുടെ എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാൻ യുവർ പ്രിയോറിറ്റീസ് ആൻഡ് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ദ ഫോർമേഷൻ ഓഫ് മെനി ഓർഗനൈസേഷൻ ഇൻ ദ കൺട്രി സൈഡ് ഓഫ് ബ്രസീൽ, ഫോർമേഷൻ ഓഫ് മെനി ഓർഗനൈസേഷൻ ഇൻ ദി കൺട്രി സൈഡ് ഓഫ് ബ്രസീൽ. അപ്പോൾ പല ഓർഗനൈസേഷനും ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ പല ഓർഗനൈസേഷനും പറയേണ്ട ആവശ്യം, എത്രയോ ഓർഗനൈസേഷൻ ഉണ്ട് ഇവിടെ. പിന്നെ the role of civil society organization is clearly witnessed in terms of two basic ideas: quantitative growth, another number. In the number voluntary, ഇവിടെ ഉണ്ടല്ലോ NGOs, ഇപ്പൊ നമ്മുടെ ലയൺ സൊസൈറ്റി, റെഡ് ക്രോസ് സൊസൈറ്റി, ആ സൊസൈറ്റി, NGOs ഉണ്ടല്ലോ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനിലെ, ആൻഡ് ദർ ഇൻപുട്ട് ഇൻ പബ്ലിക് പോളിസീസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് സിറ്റി. ഇവിടെ ഒരു പ്രത്യേകം ഓർമ്മിക്കണം കേട്ടോ, NGOs എവിടെയാലും ശരി, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, എവരിവെയർ ദേ ഷുഡ് ബി രജിസ്റ്റേർഡ്. ഭയങ്കര ചീറ്റിംഗ് നടക്കുന്നുണ്ട്, മനസ്സിലായോ? NGOs എന്ന് പറഞ്ഞിട്ട് കോടാനുകോടി ഇത് മുതല് ഉണ്ടാക്കിയ നമ്മുടെ ആളുകളെ, വീരന്മാരൊക്കെ ഉണ്ട്, മനസ്സിലായോ? NGOസിന്റെ പേരില് എത്ര പേര് പറയുന്നില്ല, കോടീശ്വരന്മാര്, ഫ്യൂസിങ്, ഞാൻ നോട്ട് ഓൾ, ഐ ആം നോട്ട് ടെല്ലിങ് ഓൾ, എത്രയോ ഇൻസിഡൻസ് ഉണ്ട് ഇത്. അതുകൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കുറുകുവഴി അങ്ങനെയുണ്ട്, അത് ചെയ്യരുത്. ജനങ്ങളെ സേവിക്കുകയാണെന്ന് വെച്ചാൽ വളരെ സത്യസന്ധതയോടുകൂടി ജനങ്ങളെ പല വിധത്തിലും സേവിക്കാം. നമ്മളെ ആരോടും പറയാതെ നമ്മൾ ജനങ്ങളെ സേവിക്കാം, എത്രയോ. അത് നോക്കിയുള്ള ഒരു ഉദാഹരണം, 3 days ബാക്ക് ഒരു കണ്ടക്ടർ, ഒരു ലേഡി കണ്ടക്ടർ ഓഫ് KSRTC, അവൾക്ക് 41 ദിവസം എന്തോ ശമ്പളം കിട്ടിയില്ല തോന്നുന്നുണ്ട്. പക്ഷെ അത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ആ കഥ TV വന്നപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി ആ കുട്ടിയുടെ. പക്ഷെ ഈ ദുഃഖം ആ കുട്ടി, ഷീ ബിലോങ്സ് ടു സം പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി, റൂളിംഗ് പാർട്ടി, അവർക്കില്ല. ആ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, മരുന്ന് 10 കൊല്ലമായിട്ട് ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അപ്പോൾ ശമ്പളം കിട്ടിയില്ല 41 ദിവസമായിട്ട്. എന്നിട്ട് ആ കയ്യിൽ 41ാം ദിവസം ശമ്പളമില്ലാതെ 41ാം ദിവസം പറഞ്ഞ എന്തൊരു ചെറിയൊരു ഒരു പ്രൊട്ടസ്റ്റ്. പക്ഷെ അവളുടെ ഡ്യൂട്ടി ചെയ്തു, ടിക്കറ്റ് കൊടുക്കുക, കണ്ടക്ടർ ഉണ്ടായിരുന്നു, ടിക്കറ്റ് കൊടുത്തു. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു കടലാസ് കെട്ടി തൂക്കി, അതായത് 41ാം ദിവസം ശമ്പളമില്ലാതെ. ഉടനടി അവളുടെ പേരിൽ ആക്ഷൻ എടുത്ത് കംപ്ലീറ്റ് ആയി. നമ്മുടെ KSRTC എന്ത് റിപ്യൂട്ടേഷൻ ഉള്ളത്, വേഗം അവളെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോഴാണ് ഓർക്കുന്ന, ഈ കുട്ടി ആൾറെഡി ക്യാൻസർ പേഷ്യൻ്റ് ആണ്, മരുന്ന് വാങ്ങാൻ കാശില്ല, കുട്ടികളുണ്ട്, 1-2 കുട്ടികളുണ്ട്. ആൻഡ് ഷീ വാസ് MSc B.Ed, 10 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് KSRTCയിൽ, ആൻഡ് 10 കൊല്ലമായിട്ട് ക്യാൻസറും ഉണ്ട്. ശമ്പളം ഇല്ലാതെ അവരെങ്ങനെ ജീവിക്കുക? അപ്പൊ അതിനു വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്ത് പോയിട്ട്, പക്ഷെ ജനരോഷം കൊണ്ട് പിന്നീട് മാനേജ്മെന്റിന് അത് ചേഞ്ച് ചെയ്യേണ്ടി മാറ്റാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഞാൻ എന്താ പറയുന്നറിയോ, ഷീ ബിലോങ്സ് ടു ഒരു മെമ്പർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. ഒരു മിനിറ്റ്, ഇതൊന്നും ഞാൻ TV കണ്ട് എനിക്ക് വളരെ ദുഃഖം തോന്നി. അതായത് ആ സ്ത്രീയുടെ പരിതാപകരമായ, കാരണം മരുന്ന് വാങ്ങാൻ കാശില്ല, ഭക്ഷണം കഴിയാൻ കാശില്ല, കുട്ടികൾക്ക് ഇത് ചെലവുണ്ട്, ട്യൂഷൻ, ഇത് വാടക ഇവിടുന്ന് കൊടുക്കും. അപ്പൊ ചിലപ്പോൾ ഹസ്ബൻഡ് സിക്കായിരിക്കാം, നമുക്കൊന്നും അറിയില്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ പൂറാണെന്ന് എനിക്കറിയാം, കാരണം അത് ആ കുട്ടി പറയണ്ടേ. പക്ഷേ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ പാർട്ടി, അവിടെ മെമ്പറാണ്. ഒരാള് പാർട്ടിന്ന് അതിനെ അന്വേഷിക്കാനോ അതിൽ സിമ്പതി എക്സ്പ്രസ് ചെയ്യാനോ ഉണ്ടായില്ല. നമ്മുടെ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? എനിക്ക് വിഷമം തോന്നി ആ കുട്ടിയുടെ കണ്ടത്. നമ്മൾ ഒരു പാർട്ടിയിലുള്ളതല്ല, ആ കുട്ടിയുടെ വിഷമം. കാരണം എന്താ വെച്ചാൽ ക്യാൻസറാണ്, കാശില്ല, മരുന്ന് വാങ്ങാൻ കാശില്ല. ഒരെണ്ണം ഒരു പൊളിറ്റീഷ്യൻ, ഏത് പാർട്ടി ആയിക്കോട്ടെ, അതിന് സിമ്പതി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടില്ല, മനസ്സിലായില്ലേ? പക്ഷെ എനിവേ, എന്തോ ദൈവസഹായത്തില് ആ ജനങ്ങള് എന്തോ മറ്റുള്ള ആളുകളൊക്കെ, അവിടുത്തെ ആളുകളൊക്കെ പ്രതിഷേധിച്ചാൽ തിരിച്ച് അതേ ഡെപ്പോയിൽ തന്നെ ആ സ്ത്രീയെ ഇട്ടു, മനസ്സിലായില്ലേ? അപ്പൊ എന്താ ശമ്പളം ഗഡുവായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് വിഷമമുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ബാങ്ക് ലോൺ ഉണ്ടായിരിക്കും, റെന്റ് കൊടുക്കണം, കുട്ടികളുടെ സ്കൂള്. അപ്പൊ എങ്ങനെ നമ്മുടെ സിവിൽ സൊസൈറ്റി വരുന്നതാണ് അതൊക്കെ. അപ്പൊ റെക്കഗ്നൈസിങ് പബ്ലിക് പോളിസി ഉണ്ടാക്കണം പ്രോപ്പറായിട്ട്, ഇൻഡിപെൻഡന്റ്ലി ഫ്രം ദ സ്റ്റേറ്റ്.
Brazilian civil government society emerged in a situation between autonomy and political dependency. Thus, is witnessed in a new role-based two processes. ഓക്കെ, അപ്പൊ ഈ ബ്രസീലും നമ്മുടെ ഇന്ത്യയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ഇന്ത്യയുടെ കാര്യം പറയും, ഇത് തന്നെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കറപ്ഷൻ അത് ഇത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ബ്രസീലിൽ എന്താ മോശമുണ്ടോ? എല്ലായിടത്തും ഉണ്ട്. ഇതാ ഇന്ന് മോർണിംഗ് ന്യൂസ് എന്താണ്, അമേരിക്കൻ പ്രസിഡന്റ് എക്സ് പ്രസിഡന്റ് വാസ് പ്രോസിക്യൂട്ടഡ്. First time in the history of USA, former president is arrested. എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഈവൻ I was reading English newspaper, even Israel is facing a lot of problem. ബാക്കി പേപ്പർ വായിക്കൂ. സോ ബ്രസീൽ എല്ലാ സിവിൽ സൊസൈറ്റിയിലും ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രോബ്ലം ഉണ്ടായിരിക്കും, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. സോ സിറ്റുവേഷൻ ബിറ്റ്വീൻ ഓട്ടോണമി ആൻഡ് പൊളിറ്റിക്കൽ ഡിപ്പെൻഡൻസി അവിടെയാണ് കിടക്കുന്നത്. കാരണം നമ്മൾ ഓരോരോ എന്തിനാ പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അഫിലിയേഷൻ ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? കച്ചറ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പോലും എന്താ പറയണ്ടേ, നമ്മള് അവരോട് കൂറ് കാണിച്ച് അവരുടെ കാല് പിടിച്ച് എന്നിട്ട് വേണം നമ്മുടെ വേസ്റ്റ് പോലും എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പൊളിറ്റിക്കൽ ഡിപ്പെൻഡൻസി നമ്മുടെ ഒരു ശാപമായി തീർന്നു നിൽക്കുകയാണ്. കാരണം എന്താ, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇതേമാതിരിയുള്ള ഓരോ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ അങ്ങോട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇതില്ല, നമുക്ക് ഇത് പിന്നെ എന്താ പറയുക, ഫാമിലി പെൻഷൻ തരില്ല, അതില്ല, പെൻഷൻ തന്നെ ഞാൻ കൂട്ട് തരണം, ഇങ്ങനെയൊക്കെയുള്ള ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പൊ അതൊന്നും ശരിയല്ല. ആരായാലും ശരി, ഏതായാലും ശരി, എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന പറയാം, ഏത് പാർട്ടി, ഏത് റിലീജിയൻ, ഏത് കാസ്റ്റാവാ. പക്ഷേ പൊളിറ്റിക്കൽ ഡിപ്പെൻഡൻസി ഈസ് വെരി ഡേഞ്ചറസ് സംടൈം, വെരി ഡേഞ്ചറസ്. I don't recommend for that, After all, try to become a good human being. Then this party and many other. Do you think that you are participating in the political parties or activities, for looking out of the welfare of the citizen? What type of welfare people are looking out now? What type of role? Tell me. Just see what is going on actually. ഒരു പാർലമെന്റ് സെഷൻ പോലും ബഡ്ജറ്റില് നടന്നിട്ടില്ല ഫുള്ളായിട്ട്. ഒരു ഡിബേറ്റ് നടന്നിട്ടില്ല ലോകസഭയിലോ രാജ്യസഭയിലോ. ഒരു ബില്ല്, അതായത് നമ്മുടെ കോടിക്കണക്കിൽ വരുന്ന നാഷണൽ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാതെ പാസ് ചെയ്തു. ഓരോരോ സെക്കൻഡിന് ഓരോരോ ബില്ല്, ഒരു ഡിസ്കസും ഇല്ല. ഇതാണോ നമ്മുടെ ഉത്തരവാദിത്വം? അൺലിമിറ്റഡ് എയർ ട്രാവൽ ഫോർ സെൽഫ് ആൻഡ് ഡിപെൻഡൻസ്, free electricity, unlimited telephone calls, so many houses, in Delhi as well as constituency, endellam facilities unde. But what role these type of people are playing for the welfare of the citizen? There lies the problem. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, അതൊന്ന്. പിന്നെ അടുത്ത് തെറ്റിദ്ധരിക്കണം ഞാൻ പറയുന്നത്, സിവിൽ സൊസൈറ്റിയുടെ ഇമ്പ്രൂവ്മെന്റിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ ഒരാളെ പറ്റിയിട്ടല്ലേ പറയുന്നത്, അങ്ങനെ വിചാരിക്കുക. സിവിൽ സൊസൈറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക? സോ അതിന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചാലേ പറ്റൂ. സോ reactive attitude of popular security, anti-democratic process of modernization and formation of groups association effectively associated with the state in the implementation of public policies. Okay, അപ്പോൾ ഈ ഓരോരോ രാഷ്ട്രത്തിൻ്റെ ഓരോരോ പബ്ലിക് പോളിസീസ്, അതൊക്കെ രാഷ്ട്രീയപരമായിട്ടാണ്. പബ്ലിക് പോളിസിയും പല രാഷ്ട്രീയ വിധത്തിലാണ് ചിലത് എടുക്കണം. അവരുടെ ഇപ്പൊ ചൈന കമ്മ്യൂണിസ്റ്റ് പോളിസി അല്ലേ, ഹലോ, ചൈന നോർത്ത് കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് പോളിസി അല്ലേ, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പോളിസി അല്ലേ, അങ്ങനെ ഓരോ പോളിസി ഓരോ സ്ഥലത്തുണ്ട്. അപ്പൊ അതാ പറയുന്നത്. പക്ഷെ അത് ആ പോളിസിയും വരി അങ്ങോട്ട് പോവുക. സിവിൽ സൊസൈറ്റി ഇൻ ബ്രസീൽ വാസ് എവിഡന്റ് ഓൺ അക്കൗണ്ട് ഓഫ് following reason: social antagonism developed by bureaucratic, which motivated the poor population from countryside to their cities. അപ്പൊ അതുകൊണ്ട് പട്ടിണി കിടന്ന ആളുകള്, നിങ്ങൾക്കറിയാലോ, മെക്സിക്കോ ഇതൊക്കെ അമേരിക്കൻ മതിൽ ബോർഡർ എല്ലാം ചാടി കിടന്ന്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഗുജറാത്തിലെ 3 ഭാര്യയും ഭർത്താവും മകനോ കടലിൽ വെച്ചിട്ട് മരിച്ചിരുന്നു. കാരണം അവര് അൺഓതറൈസ്ഡ് ആയിട്ട് കനഡയിലേക്ക് പോവാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഓരോ രാഷ്ട്രങ്ങളിൽ നിന്ന് പല കാരണങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പാകിസ്ഥാനത്തെ ആളുകൾ ഇവിടെ അങ്ങനെ കടന്നു. നമ്മൾ ഗൾഫിലൊക്കെ അങ്ങനെ തന്നെ അല്ലേ. ഇപ്പൊ റീഅറേഞ്ച്മെന്റ് ഓഫ് ദ പൂവർ, എല്ലാവരും അങ്ങനെ പോകുന്നതല്ല പറഞ്ഞു കേട്ടോ. റീഅറേഞ്ച്മെന്റ് ഓഫ് ദ ഡോണ്ട് interpret what I am just telling. Only to the relevant area I am just talking. Nothing against anybody, no party, no country or anything. Rearrangement of the poor population,
within a huge Brazilian city without വളരെ വലിയ കൺട്രിയാണ് ബ്രസീൽ കേട്ടോ, വിത്തൗട്ട് അഷ്വറിങ് മിനിമൽ. അപ്പൊ പൊതുവെ മിനിമൽ സോഷ്യൽ സെക്യൂരിറ്റി അവിടെ ഇല്ല. അപ്പൊ ഞാൻ പറയട്ടെ, റഷ്യ എത്ര വലിയ രാജ്യമല്ലേ, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. അവിടെ ഭക്ഷണം കിട്ടാണ്ട് ബ്രെഡിന് വേണ്ടി തല്ലുകൂടിയായിരുന്നു. അവിടെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായിരുന്നു ജസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ബാക്ക്. ബ്രെഡ് കിട്ടാതെ, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ റഷ്യയിൽ, മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ അമേരിക്കയിലെ റിച്ച് പോർ അവിടെയുണ്ട് പോർ. പിന്നെ ചൈനയിൽ എന്താ നടക്കാന്ന് ആർക്കും അറിയില്ല, അറിയാനും പാടില്ല, മനസ്സിലായില്ലേ? സോ 3 interconnected political process influence the social society to be empowered in Brazil. These are based upon the following ideas: arrival of representative democracy in the mid-80s. അങ്ങനെ പൊതുവെയൊക്കെ കുറേയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ബ്രസീല്. എമർജിംഗ് റോൾ ഓഫ് പാർട്ടിസിപ്പേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർമേഷൻ ഓഫ് ന്യൂ ഡെവലപ്മെന്റ് സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ വെൽഫെയർ പോളിസി. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ഇത് മറ്റുള്ള അതാണ് UNO നല്ല നല്ല പോളിസി റെക്കമെൻഡ് ചെയ്ത് ഓരോ രാജ്യങ്ങൾക്ക് അത് അറിയിക്കുന്നു, അവരത് അഡോപ്റ്റ് ചെയ്യുക. ആസ് ഫാർ ആസ് പോസിബിൾ നമ്മളത് ഈ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, ഹെൽത്ത് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, പോവർട്ടി ഇറാഡിക്കേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നമ്മൾ ചെയ്യുക. അടുത്ത്, the growing power in international development agenda is reflecting update role of civil society from BRICS countries in the space international expanded cooperation. At present, the civil society groups in Brazil responding on ongoing issues and challenges in the international landscape effectively. ഇപ്പൊ ബ്രസീല് വളരെയധികം മേപ്പെട്ട് വരുന്നുണ്ട് പല കാര്യങ്ങളും കേട്ടോ ബ്രസീലില്. ഇപ്പൊ നമ്മൾ ഇന്ത്യയായിട്ട് നല്ല കണക്ഷനാണ്, മറക്കരുത്. ഇന്ത്യയായിട്ട് വളരെ നല്ല കണക്ഷനാണ്. പല ഇതും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ദി എക്കണോമിക് റിസഷൻ, പണത്തിന്റെ ദൗർലഭ്യം, ക്ലൈമാറ്റ് ആൻഡ് എൻവയോൺമെന്റൽ കോൺഫ്രണ്ടേഷൻ, ദി ഗ്രോയിങ് ഇൻഡിപെൻഡൻസ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ സിക്കിമിലെ മല ഇഴിഞ്ഞ്, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട. ചിലതൊക്കെ നമുക്ക് തടുക്കാൻ പറ്റില്ല കേട്ടോ, ചിലതൊന്നും. കാരണം ഈ ഹിമാലയത്തിന്റെ അവിടെ തന്നെ മഞ്ഞ് കീപ്പെട്ട് വീഴാൻ. പക്ഷെ ചിലത് തടുക്കാൻ പറ്റും, അതൊന്നും ചെയ്യുന്നില്ല. അതാണ് അവിടെ പ്രശ്നം. ഇപ്പൊ ബ്രസീലല്ല, നമ്മുടെ ഇന്ത്യയിലും അതെ. ഇപ്പൊ ഞാനൊരു കാര്യം പറ്റും, ഇന്നലെ കുറെ ആള് നമ്മുടെ ടൂറിസ്റ്റ് മരിച്ചു സിക്കിമില്, ഗാങ്ടോക്കിൽ ഇവിടെ. പക്ഷെ ചിലത് നമുക്ക് തടുക്കാൻ പറ്റും. അത് നമ്മുടെ എൻവയോൺമെന്റൽ സയന്റിസ്റ്റും ഇവരൊക്കെ പറയുന്നത് നമ്മൾ അംഗീകരിക്കണം ആദ്യം. അവിടെ രാഷ്ട്രീയം പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിൽ നമ്മുടെ ടണൽ വളരെ അപകടകരമായിട്ടാണ് ഉത്തരാഖണ്ഡൊക്കെ. അവിടെ കൊണ്ട് ഈ ടണലൊക്കെ ഇന്ന് കുഴപ്പമുണ്ടാവില്ല, 10 കൊല്ലത്തിനും കുഴപ്പമുണ്ടാവില്ല. നാളെ എന്താ പിന്നെ സംഭവിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. കാരണം ഭൂമിക്ക് ബലം ഉണ്ടാവില്ല. കാരണം അവിടെ ലാൻഡ് അങ്ങനെയാണ്. എന്താ ഹിമാലയൻ ബെൽറ്റ് earthquake prone any time, at any time, landslide, everything will take place. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അറിയാമല്ലോ. സോ ദ ഗ്രോയിങ് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മളെ നോക്കൂ, കണ്ണ് തുറന്ന രാജ്യങ്ങളിൽ നോക്കൂ, ഓരോ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്. എർത്തുക്കേക്ക് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും. ഇപ്പൊ നാളെ കണ്ടില്ലേ തുർക്കിയിലെ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. സോ ദ ഗ്രോയിങ് ഇൻസിഡന്റ്. അപ്പൊ നമ്മളെ സംഭവിക്കണം, നമുക്ക് തടുക്കാൻ പറ്റില്ല. പക്ഷെ ചിലതൊക്കെ തടുക്കാൻ പറ്റും. അത് തടുക്കാൻ പറ്റുന്ന തടുക്കുക. ദ ക്ലൈമറ്റ് എൻവയോൺമെന്റൽ കോൺഫ്രണ്ടേഷൻ, ചില സമയത്ത് എയർ പൊല്യൂഷൻ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചൂടെ? ദി ഗ്രോയിങ് incidents and concentration of natural disasters made the civil society more intact in Brazil. അപ്പൊ അങ്ങനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് ഇൻ ബ്രസീൽ ആർ ആൾസോ എമർജിംഗ് ആൻഡ് പ്ലേയിങ് വെരി ഡൈനാമിക് റോൾ ഇൻ ദ ഫീൽഡ് ഓഫ് തിമാറ്റിക് ഇഷ്യൂസ്, ഫുഡ്, അഗ്രികൾച്ചർ, അവിടെ എല്ലാം ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ്, ഗവേണൻസ്, ടെക്നോളജി, സിവിൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ഇതൊക്കെ വളരെയധികം ഇപ്പൊ നന്നായിട്ടുണ്ട്. ഇനി റഷ്യ. The basic features of society groups in Russia: civil engagement, intensity of individual deliberation in social and political organization. Free, അവിടെ അത്ര ഡെമോക്രസി ഒന്നും ഇല്ല കേട്ടോ. സ്റ്റേജ് ഓഫ് ഓർഗനൈസേഷൻ, എക്സ്റ്റെൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ദാറ്റ് റിഫ്ലക്ട് ദ ഫോർമ. നിങ്ങൾക്കറിയാലോ, സ്റ്റാലിൻ, ലെനിൻ, അറിയാലോ, കുച്ചേവ്, ഇതേമാതിരിയുള്ള പല മറ്റേ ഒരുപടി ആളുകള്. അപ്പൊ അവരുടെയൊക്കെ പോളിസി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. So carry out value, the extent to which civil society is seen to internalize and reflect positive value, observation of impact, outside influence of environment. It refers to the socio-political. നിങ്ങൾക്ക് നോൺ അലൈൻമെന്റ് കൺട്രീസ് പറഞ്ഞാൽ അറിയോ? ഒന്ന്, അതായത് ചില നമ്മുടെ ഈ അമേരിക്കയും റഷ്യയും ഭയങ്കര വലിയ ശക്തിയായതിനാൽ
റഷ്യ ഇപ്പൊ കുറച്ച് കമ്മിയായതുകൊണ്ട് USSR സെഗ്രിഗേറ്റ് ചെയ്തതാണ്. USSR എന്നത് പോയിട്ട് റഷ്യ, മറ്റുള്ള രാജ്യങ്ങൾ തജിക്കിസ്ഥാൻ, മറ്റേ കിർഗിസ്ഥാൻ, അത് ഈത്ത്, ജോർജിയ എന്നൊക്കെ പറഞ്ഞുള്ള പല രാജ്യങ്ങളായതുകൊണ്ട് ഇതിന്റെ ശക്തി ലേശം കമ്മിയായി. അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ അമേരിക്കയോട് കൂടി കൂടണം, അല്ലെങ്കിൽ റഷ്യയോട് കൂടിയാലാണ് നിങ്ങൾക്ക് ഇവിടെ ലോകത്തിൽ നിലകൊള്ളാൻ പറ്റൂ. കാരണം ഡിഫൻസിന്റെ ഡീലിംഗ് ആയിക്കോട്ടെ, പൈസ സാമ്പത്തികമായിട്ടൊക്കെ സഹായമാണെന്ന് ഈ രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ ഓരോരുത്തരും ഓരോ രാജ്യങ്ങളോട് കൂറ് കാണിച്ചായിരുന്നു. ഞങ്ങൾ റഷ്യയോടൊപ്പം, UK എപ്പോഴും റഷ്യയോടൊപ്പമാണ്. അപ്പോൾ അതേമാതിരി മറ്റുള്ളൊരു UK എപ്പോഴും USയോടൊപ്പമാണ്, ജർമ്മനി USയോടൊപ്പമാണ്, ഇറ്റലി USയോടൊപ്പമാണ്. അപ്പൊ ചില കൺട്രീസ് റഷ്യയോടൊപ്പമാണ്, ചൈന റഷ്യയോടൊപ്പമാണ്, നോർത്ത് കൊറിയ റഷ്യയോടൊപ്പമാണ്, അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് ലോകം പരിണമിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യ നോൺ അലൈൻമെന്റ് രണ്ടിലും മെമ്പറും അല്ല, ഒന്നുമല്ല. നമ്മള് രണ്ട് രാജ്യത്തിനെ കരുതണം കേട്ടോ. അത് പണ്ട് മുതൽക്കേ അങ്ങനെയാണ്. ഞാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇന്ത്യ ഇപ്പൊ നടക്കുന്നതാണ്, അല്ല. ഈവൻ നമ്മുടെ കുട്ടിക്കാലത്ത് പോലും എന്താ പറയണ്ടേ, നമ്മുടെ റഷ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്ക ആയിക്കോട്ടെ, ഈവൻ അമേരിക്കയായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചില സമയത്ത്. പക്ഷെ റഷ്യയായിട്ട് ഒരു പ്രശ്നവും അങ്ങനെ വന്നിട്ടില്ല ഇന്ത്യക്ക്. അതാണ് വേറൊരു കാര്യം. അമേരിക്ക ഇന്നാണ് കേട്ടോ, മറക്കരുത്. അമേരിക്ക ഈവൻ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി പോലും ആദ്യം വിസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പല പല കാര്യങ്ങളും ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിരുന്നു ചില സമയത്ത്. നമ്മുടെ പാകിസ്ഥാൻ വാർ ടൈമിൽ അവർ 7th ഫ്ലീറ്റ് നിക്സൺ കപ്പലയച്ചതാണ്, യുദ്ധക്കപ്പല് ഇന്ത്യക്കെതിരായിട്ട്. മനസ്സിലായില്ലേ? അപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി, ഡു യുവർ ഡ്യൂട്ടി, ഡോണ്ട് ഇന്റർഫിയർ ഇൻ അവർ ഇന്റേണൽ അഫയേഴ്സ്. ഇന്ദിരാഗാന്ധി ഏറ്റവും പവർഫുൾ പേഴ്സണോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോളൂ, ഞങ്ങളുടെ ഇതില് ഇന്റർഫിയർ ചെയ്യരുത്. മാത്രമല്ല അവിടെ നിന്ന് അത് കളിയപ്പോൾ നമ്മൾ റഷ്യയോട് പറഞ്ഞു, ദാ ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും. റഷ്യ പറഞ്ഞു, ഡോണ്ട് വറി, വി വിൽ ആൾസോ ടേക്ക് ചെയ്യുക. പോരെ, തീർന്നില്ലേ? പിന്നെ അത് ലോകമഹായുദ്ധവും. അപ്പൊ അവിടെ നിന്നു. അപ്പൊ സീസ്ഫയറായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ വേൾഡ് പൊളിറ്റിക്സിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. സോ ക്യാരി ഔട്ട് വാല്യൂ, അങ്ങനെ പോകുന്നു. ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ്, അതിനെ പറ്റിയിട്ടാണത്. അപ്പൊ റഷ്യയിലത്തെ കാര്യമാണ് പറഞ്ഞത്. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ റഷ്യ ടാക്. അവിടെ ഡെമോക്രസി ഒന്നും ഇല്ല, അവിടെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മളിവിടെ ഓരോന്നും ചെയ്യുന്നത് മാതിരി ഒന്നും ഇവിടെ അത്ര ഇതൊന്നുമില്ല. അവിടെ പ്രസിഡന്റിനാണ് കൂടുതൽ പവർ. അയാൾ പറഞ്ഞ മാതിരി പക്ഷി പറക്കരുത പറഞ്ഞാൽ പറക്കാനും കൂടി പറ്റില്ല. അതാണ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ റഷ്യ ടാക്കിൾഡ് സോഷ്യൽ സർവീസസ് സച്ച് ആസ് social defense, education, science, community, health. Rather, state was not entitled to provide services. These civil service organizations directly engage in social security, okay, through representing financial grant or long-term loan. ചിലപ്പോൾ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോണൊക്കെ കൊടുത്ത റഷ്യൻ സിവിൽ സൊസൈറ്റി അവരൊക്കെ അവിടെയുണ്ട്. അഗ്രികൾച്ചർ മറ്റേതൊക്കെ അങ്ങനെ റഷ്യൻ സൊസൈറ്റിയുടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, കുറെ ശ്രമിച്ചിട്ടുണ്ട്. സോ ദ കോൺട്രിബ്യൂഷൻ ഓഫ് പബ്ലിക് ഇനിഷ്യേറ്റീവ് and initiate and self-organization were acknowledged by the state. The new regulations were another സ്റ്റേറ്റുകളിൽ ഫോളോ. അമേരിക്കയിൽ 50 സ്റ്റേറ്റ് ഉണ്ട്. അതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. ന്യൂയോർക്ക്, ഓഫ് കോഴ്സ്, ഇത് നമ്മുടെ വാഷിങ്ടൺ, മറ്റേ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ 50 സ്റ്റേറ്റ് ആണ് ഉള്ളത്. അതേമാതിരി റഷ്യയിലുണ്ട് കുറെ. സോ ദർ വർ അബൌട്ട് 4,800 നോൺ ഗവൺമെന്റ് 4,800 NGOs in Russian society. ഇതൊക്കെ അതിന്റെ മീതെ പോകും. സോ അങ്ങനെ അത് 1909-10 കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഇൻ റഷ്യ 8.9 അസോസിയേഷൻ ഓഫ് സോഷ്യലി ബേസ്ഡ് ആൻഡ് സിവിൽ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞ ഓരോ NGOസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇൻ ഇന്ത്യ the movement, India, the government governance, the civil society of India has been very momentous. There have been two types of filament in this move. One has been that social movement in India, which have taken care of the poor and the disadvantaged and made the government approachable. അപ്പൊ അതിനെ പറ്റിയാണ് ചിലത് നമ്മുടെ നാഷണൽ പോളിസിന്റെ ഞാനത് ബ്രീഫായിട്ട് പറയാം. ഇന്ത്യയുടെ റഷ്യ ആൻഡ് ഇന്ത്യ. സി ഓക്കെ നൗ ഓക്കെ to facilitate voluntary organization to justifiably drum up essential financial resources from India and abroad. ഇന്ത്യയുടെ ഒരു പോളിസി. അടുത്ത ക്ലാസിഫൈ സിസ്റ്റം ബൈ വിച്ച് ദ ഗവൺമെന്റ് മേ വർക്ക് കളക്റ്റീവ്ലി. ഗവൺമെന്റ് എല്ലാവരും കൂടി കൂടിയിട്ട്
നമ്മുടെ ഫെഡറൽ സിസ്റ്റമാണ്. വളണ്ടറി ഓർഗനൈസേഷൻ ബേസിസ് ഓഫ് ഫിലോസഫി ആൻഡ് മ്യൂച്വൽ കണക്ഷൻ. നമ്മുടെ എല്ലാവരുമായിട്ട് നല്ല മ്യൂച്വൽ കണക്ഷൻ, അഡ്മിറേഷൻ. ഒരാൾ ചെയ്ത സേവനത്തിന് നമ്മൾ അഡ്മിയർ ചെയ്യണം. ആൻഡ് വിത്ത് കോമൺ അക്കൗണ്ടബിലിറ്റി. എല്ലാവരും അവനും ചെയ്യുന്ന കാര്യത്തിന് അവനും അക്കൗണ്ടബിലിറ്റി വേണം. ടു ഗിവ് എവിഡൻസ് കോൺഫിഡൻസ്. വളണ്ടറി ഓർഗനൈസേഷൻ വളണ്ടറി ഓർഗനൈസേഷൻ നോക്കൂ. നമ്മുടെ കോവിഡ് വന്നപ്പോൾ വളണ്ടറി ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ബ്ലഡ് ഡൊണേഷൻ, അത് വളണ്ടറി ഓർഗനൈസേഷൻ അല്ലേ. റെഡ് ക്രോസും മറ്റേതൊക്കെ വരുന്നത്. ടു ക്രിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യണം അവരെ. ഇപ്പൊ നമ്മുടെ ഉദാഹരണം ബ്രഹ്മപുരം പ്ലാന്റിലെ ഫയർ സർവീസ്, നമ്മുടെ ഫയർ ബ്രിഗേഡ്, അവർ ചെയ്ത സേവനം മറക്കാൻ പറ്റില്ല. അതാണ്. അപ്പൊ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. സോ ടു create an empowering environment in the voluntary organization that motivate their venture and efficacy, maintain their independence. Okay. Civil society organization, health sector reform ഏറ്റവും കൂടുതൽ നമ്മുടെ അനവധി മെഡിക്കൽ കോളേജും നമ്മുടെ ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ടല്ലോ. എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞല്ലോ, IIT, IIM, അതേമാതിരി അനവധി കോളേജസ്, എത്രയോ കോളേജ്, ഏകദേശം 1000 യൂണിവേഴ്സിറ്റി. Biggest university is Osmania University, and in addition to that, IIM is there, IIT is there, and economic reforms. നിങ്ങൾക്ക് അറിയാലോ, നെഹ്റു, നമ്മുടെ PV നരസിംഹറാവു, നമ്മുടെ മൻമോഹൻ സിംഗിന്റെ എക്കണോമിക് റിഫോംസ് അതിനെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സോഷ്യൽ റിഫോംസ് നമ്മുടെ നാരായണ ഗുരു, അതേമാതിരി അനവധി ആളുകള് നമ്മുടെ സോഷ്യൽ റിഫോംസിന് വേണ്ടി അനവധി, ഇപ്പൊ ഗാന്ധിജി തന്നെ അനവധി നമ്മുടെ സോഷ്യൽ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും പൂവറായിട്ടുള്ള ആളുകളുടെ വെൽഫെയറിന് വേണ്ടി പല 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 സ്കീമും നമ്മുടെ ഉണ്ട്. ഇപ്പോൾ ചൈനയിലത്തെ പറ്റിയിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സ്. എന്താ അവിടെ നടക്കണമെന്ന് ദൈവത്തിന് മാത്രം അറിയും. കാരണം നിങ്ങൾക്ക് ഇന്നത്തെ പത്രത്തിലുണ്ട്, നമ്മുടെ ജേർണലിസ്റ്റിനെ അവിടെ നിന്ന് വിസ ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ പറയണം, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യരുതെന്ന്. കോവിഡ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തത്, അവിടെ എന്താ നടക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ രണ്ട് ഇതിന്, ഒന്ന് ഹിന്ദു, ഒന്ന് വേറെ ഏതോ നമ്മുടെ ദൂരദർശൻ ഇതിൻ്റെന്ന് അറിയില്ല, PTIൻ്റെതോ എന്തുകൊണ്ട് രണ്ട് ജേർണലിസ്റ്റിനും സീനിയർ ജേർണലിസ്റ്റിനും വിസ ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പൊ അവിടെ നടക്കുന്നൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ നടക്കുന്നു ഒരാൾക്കും. അപ്പൊ ഇങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒക്കെ വയലേഷനും ഉണ്ട് അവിടെ കേട്ടോ. ഇപ്പൊ ജാക്മാൻ, അയാള് അവിടെ നാമവിശേഷമാക്കിയില്ലേ, അയാള് 0 ആക്കിയില്ലേ, അയാള് ലോകത്തിലെ നമ്പർ 1 e-commerce ഇങ്ങനെയൊക്കെയുള്ള പേര്. അവിടെ എന്താ നടക്കുന്നത് ആർക്കും അറിയില്ല. ആൻഡ് ഡെമോക്രാറ്റിസേഷൻ നമ്മുടെ അങ്ങനെയല്ല, ഓരോരോ കാര്യങ്ങളും അക്കൗണ്ടബിൾ ആണ്. ചോദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. അതിപ്പോ കേരള ആയിക്കോട്ടെ, തമിഴ്നാടായിക്കോട്ടെ, ആവശ്യമില്ലാതെ ചെയ്തിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? സോ ഫോക്കസ് ഓൺ എൻവയോൺമെന്റൽ ഗവേണൻസ്. ഗവേണൻസിന്റെ എൻവയോൺമെന്റ് ഏത് വിധത്തിലാണ് നമ്മൾ ഭരിക്കുന്നത്, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രോപ്പറായിട്ട് ജനങ്ങളുടെ സേവനം. ദെൻ ന്യൂ എക്കണോമിക് കൺഫിഗറേഷൻ സിവിൽ സൊസൈറ്റി, ലിങ്ക് ബിറ്റ്വീൻ മാർക്കറ്റ് ലെഡ് ഡെവലപ്മെന്റ്. മാർക്കറ്റിലെ നമ്മളിപ്പോ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ മാർക്കറ്റ് ഉണ്ടോന്ന് നോക്കണ്ടേ, അത് വിൽക്കുമ്പോണ്ടേ, എന്നാലല്ലേ നമുക്ക് മെച്ചുണ്ടാവും. ദ സ്റ്റഡി, ഇന്നത്തെ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റില് ആ പ്രൈസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഇംപ്ലിമെന്റേഷൻ ഓഫ് മാർക്കറ്റ് എക്കോണമി, ഇമ്പാർട്ട് ഫണ്ടമെന്റൽ ചേഞ്ച്, ഡിഫറെന്റ് ടൈപ്സ് ഓണർഷിപ്പ്, അങ്ങനെയുള്ള പേര്. പിന്നെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് എവോൾവ്ഡ് ആൻഡ് വാണ്ടഡ് ടു റേസ് ദിയർ ഓൺ ഫണ്ട്സ്. അവരുടെ തന്നെ ഒരു ഗ്രൂപ്പും ഫണ്ട്സ്. പിന്നെ എക്കണോമിക് ഓപ്പൺനെസ്, വേൾഡ് മാർക്കറ്റ് ഈസ് ഓപ്പൺ. ഓക്കെ, ഫണ്ടമെന്റൽ ചേഞ്ചസ് ക്രിയേറ്റ് നെസസറി. അതാണ് ഗ്ലോബലൈസേഷൻ. ദ റൈറ്റ് ടു ലിവ്ലിഹുഡ്, ലോകത്തിലെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. As per capital income of rural as well as urban residents has also increased due to average growth exceeding 9%. Benefited economic growth. South Africa, the role of civil society in South Africa is very significant. 1990s, many civil society originate. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലത്തെ സൊസൈറ്റി പറയാ. Just read the book properly. And അതിലെല്ലാം ഓരോ രാജ്യത്തും ഓരോ ഇതാണ്. ആന്റി കറപ്ഷൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ആന്റി കറപ്ഷൻ സമ്മിറ്റ് ഉണ്ടായിരുന്നു അവിടെ. അതേമാതിരി പബ്ലിക് സർവീസ് ആന്റി കറപ്ഷൻ from 2005 to 8 anti-corruption summits were organized frequently. കാരണം കറപ്ഷൻ കൂടുന്നതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് പല അവയർനെസ് പ്രോഗ്രാം നടത്തിയായിരുന്നു. അങ്ങനെ സൗത്ത് ആഫ്രിക്ക എഫേർട്സ് ഓൺ ഗുഡ് ഗവേണൻസ് ആൻഡ് ആഫ്രിക്കൻ പിയർ റിവ്യൂ, ഗുഡ് ഗവേണൻസും ഫോളോ അപ്പും, മെക്കാനിസം, കോംപ്രഹെൻസീവ് സപ്പോർട്ട് ടു ബ്രിങ് ദ സിവിൽ സൊസൈറ്റി. അങ്ങനെ ജനങ്ങൾക്ക് ഒരു അവയർനെസ്സും ബോധവൽക്കരണം ഇത് നടന്നു. So it is said that the rise of civil society organization BRICS has been an important phenomena for the demonetization
across the globe. The civil society in BRIC countries has to enlarge social freedom, strengthen the tackle the state, okay, in case of any exceptions of the administrative machinery. All these measures are influential and adaptable to market processes, through the hard work of the state. ആളുകൾ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ഓരോ സ്റ്റേറ്റും ഓരോ രാജ്യവും. The state is understood to go for an encouraging role in the support of the establishment of the civil society. സ്റ്റേറ്റിന്റെ റോളാണ് ഏറ്റവും നല്ല എസ്റ്റാബ്ലിഷിംഗ് എ സിവിൽ സൊസൈറ്റി. The state offers an institution scaffold with സ്റ്റേറ്റ് തന്നെയാണ് ഇതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മുടെ സിവിൽ സൊസൈറ്റി ആയിട്ട് പരിണമിക്കുന്നത്. Unit 14. Administrative reforms and governance, Brazil, Russia, India, China, South Africa. Okay, Anjanam. So, an introduction. An administrative reform is a conscious, well-considered change which is carried out in a public sector organization to improve its structure, operation, or quality of workforce. Workforce in general, quality. The basic purpose of administration is to meet the demands of people and execute the policies of main purpose of the government and the policy other execute. At a certain time, it is felt that the prevailing system of administration fails to achieve the target and it needs reform. Then the government forms committee to recommend, it become inevitable. The planned changes on the basis of recommendation, government recommendation, deliberate or unconscious efforts to improve the existing system. His system improve ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇന്നത്തെ സിസ്റ്റം നാളേക്ക് ചിലപ്പോൾ അത് വാലിഡ് ആവില്ല. So process and procedure also in this regard, Brazil, Russia, India, China, South Africa have adopted incremental, gradualist, step by step, innovative orientation of thinking of administrative. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസില് ഇന്ത്യ വളരെയധികം മുമ്പിൽ എല്ലാ കൺട്രീസും അതെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസില്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ബ്രസീൽ. ഓക്കെ, administrative reforms in Brazil. Brazil practiced what is the subsequent main administrative reform during one more dictatorial government, autocratic in the year 1967. The reform assured the most systematic and determined project to alter the federal government framework and operation mode. By and large, the decree law intended to reframe the federal public administration organization, the restricting, yes, okay, administrative reforms, okay, yes, okay, what is that actually, under dominating state of the, okay, so was stranded on four chief doctrines: harmonization, management, training, and decentralization. പവർ മറ്റുള്ളവർക്ക് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, മാനേജ്മെന്റ്, എല്ലാവരും ഹാർമണിയോട് കൂടി ജീവിക്കുക തന്നെ. The major administrative reform agenda outlines under Labour Party is given below. Social എല്ലാവരുടെ empowerment, സാമ്പത്തിക ഭദ്രത, and the devolution of power, decentralization, മറ്റുള്ളവർക്ക് ലോക്കൽ ഗവൺമെന്റിലൊക്കെ ഉണ്ടല്ലോ അവർക്ക്. ഫെസിലിറ്റേഷൻ ഓഫ് പ്രൈവറ്റൈസേഷൻ, എല്ലാം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് പാർട്ടിയും വളരണല്ലോ, പ്രൈവറ്റ് കമ്പനിയും വരണം, ഗവൺമെന്റും വേണം. അല്ലാണ്ട് എല്ലാം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് റെയിൽവേ എടുത്തോളൂ. റെയിൽവേയിലെ പണ്ട് ഈവൻ ടോയ്ലറ്റ് പോലും ഗവൺമെന്റ് റെയിൽവേ ആണ് ചെയ്തത്. ഇപ്പൊ അത് കോൺട്രാക്ടർ കൊടുത്തു. പണ്ട് നമ്മുടെ റെയിൽവേയില് നമ്മള് ഭക്ഷണം തന്നെയാണ് നമ്മള് റെയിൽവേ ഇതായിരുന്നു. ഇപ്പൊ കോൺട്രാക്ടറാണ് കൊടുത്തത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചൂലെടുത്ത് അടിക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത്, അല്ലാണ്ട് AC കമ്പിളി കൊടുക്കുന്നത് ആ റെയിൽവേ ആയിരുന്നുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ കോൺട്രാക്ടർ കൊടുത്തിറക്കണം. അപ്പൊ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. റീസ്ട്രക്ചറിങ് ഓഫ് ദ പെൻഷൻ സിസ്റ്റം റിഫോം എല്ലായിടത്തും ഉണ്ടല്ലോ. റീസ്ട്രക്ചറിങ് ഓഫ് ദ പെൻഷൻ സിസ്റ്റം, റിപ്പീറ്റേഷൻ ആണ്. റീസ്ട്രക്ചറിങ് ഓഫ് ദ സിവിൽ സർവീസ് ഓർഗനൈസേഷൻ, നമ്മുടെ സിവിൽ സർവീസിന്റെ ഓർഗനൈസേഷൻ, അങ്ങനെ പലതും എന്തൊക്കെ ചെയ്യണം അതൊക്കെ. The administrative reform is required to restructure the equipment of the state, mostly due to the Castrophian that started in the center of development. It was the stage that began from the calamity of the petroleum. The calamity exposed the following problems of the state. അപ്പൊ അങ്ങനെ ഓരോരോ സ്റ്റേറ്റിൽ അറിയാലോ,
ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ എക്കണോമിക് പ്രോബ്ലം ഉണ്ട്. എന്താ പാകിസ്ഥാന്റെ എക്കണോമിക് പ്രോബ്ലം നോക്കൂ, അഫ്ഗാനിസ്ഥാന്റെ എക്കണോമിക് പ്രോബ്ലം നോക്കൂ, അല്ലേ ശ്രീലങ്കയുടെ എക്കണോമിക് പ്രോബ്ലം നോക്കൂ, അനവധി രാജ്യങ്ങളുടെ എക്കണോമിക് പ്രോബ്ലം നോക്കൂ. ഇന്ത്യയുടെയും മോശമൊന്നുമില്ല അങ്ങനെ വിചാരിക്കുന്നത് നമ്മള് ന്യൂ ഇയർ നമ്പർ 1. നമുക്കും പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ എന്ത് പൈസ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട് ഇന്ത്യയിലും. അങ്ങനെ വിചാരിക്കുക എല്ലാം സമൃദ്ധിയോട് കൂടിയിട്ടാണ്, അങ്ങനെ വിചാരിക്കരുത്. ഇന്ത്യ ഈസ് ആൾസോ ഹാവിംഗ് ലോട്ട് ഓഫ് പോവർട്ടി. ജാർഖണ്ഡ്, ഒറീസ, certain part of ആന്ധ്രാപ്രദേശ്, ഇല്ലേ, ബീഹാർ, ഉത്തർപ്രദേശ്, എന്താ എല്ലാവരും റിച്ചാണോ? അല്ലല്ല. ഇപ്പോ കേരളത്തിലില്ലേ അട്ടപ്പാടി, നിലമ്പൂർ, ആദ്യം വയനാട്, പല ദാരിദ്ര്യം നിറഞ്ഞ ആളുകളുണ്ട്. നമ്മളെല്ലാം സുഖം ആനന്ദം പരമാനന്ദം പറഞ്ഞിട്ട് ഇരിക്കരുത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തും ഉണ്ട് എന്നും കൂടി ഓർക്കണം. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ബ്രസീലിലും മറ്റേ സൗത്ത് ആഫ്രിക്കയിലും അല്ല, ഇന്ത്യയിലും ഉണ്ട് ഇതൊക്കെയെന്നും മനസ്സിലാക്കുക. എന്തായാലും ഇപ്പൊ ഞാൻ പറയാം, മധു എന്ന് പറഞ്ഞ ആളെ തല്ലിക്കൊന്നത് നമ്മുടെ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ബ്രസീലിലോ ഇവിടെ തന്നെ അല്ലേ, പാലക്കാടിലല്ലേ തല്ലിക്കൊന്നത്, ഇന്നിപ്പോ ശിക്ഷ വിധിച്ചത്. അപ്പോ അടിമത്തം, അതേമാതിരി സ്ലേവറി, അതായത് അത്, പിന്നെ SC/ST എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അവിടെ അല്ലേ, ഭൂമി ഉലകം തുർക്കിയിലല്ലേ, നമുക്കില്ല, അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ ആരെങ്കിലും വിചാരിക്കുന്നു നമ്മുടെ 2 കൊല്ലം 3 കൊല്ലം മുമ്പേ ഇവിടെ ഫ്ലഡ് വരുന്നു കേരളത്തില്? എല്ലാ ഡിസ്ട്രിക്റ്റിലും ഫ്ലഡ്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും ഇത്. എല്ലാ ഡാമും തുറന്നു, എല്ലാ ഡിസ്ട്രിക്റ്റും, എവിടേക്കും പോകാൻ പറ്റാത്ത പല കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊക്കെ പലതും സംഭവിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എക്കണോമിക് പ്രോബ്ലം ഉണ്ട്, സോഷ്യൽ പ്രോബ്ലം ഉണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം പറഞ്ഞാൽ അറിയാലോ നമുക്ക്. അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. കാരണം എന്താ അറിയോ, കൺട്രോള്, അതായത് കടിഞ്ഞാണില്ലാത്ത കുതിരമാര് പോകും അഡ്മിനിസ്ട്രേഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ. കാര്യം മനസ്സിലായില്ലേ? നമുക്ക് കൺട്രോൾ വേണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ ടഫ് ആയിരിക്കണം. കാരണം അല്ലാണ്ട് എന്റെ പാർട്ടിക്കാർക്ക് ഒന്ന് അല്ലെങ്കിൽ മറ്റേ പാർട്ടിക്കാർ വേറൊന്ന്, അങ്ങനെയല്ല. എന്റെ പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്താൽ പിന്നെ വിടും, മറ്റേ പാർട്ടി കാണിച്ച് എന്നാ പിടിച്ചിട്ട് ജയിലിട്. അതല്ല, തെറ്റ് ചെയ്ത് ആരും പനിഷ് ചെയ്യണം, ആരായിട്ട്, ഏത് പാർട്ടിയായിക്കോട്ടെ, ആരായിക്കോട്ടെ. അതായിരിക്കണം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നമ്പർ 1. നമ്പർ 2, ട്രാൻസ്പെറന്റ് റിക്രൂട്ട്മെന്റ്. മെറിറ്റ് ഹാസ് ടു ബി റെക്കഗ്നൈസ്ഡ്. മനസ്സിലായില്ലേ? അതായത് മെറിറ്റ് ബേസിസിൽ ആയിരിക്കണം. ഡിസിപ്ലിൻ, എന്താ ഡിസിപ്ലിൻ? many years ago കേരളത്തിലെ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ പഞ്ചിങ് മെഷീൻ, അതായത് ബയോമെട്രിക്, ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. യൂണിയൻ അനുവദിക്കുന്നില്ല. എന്താ അർത്ഥം? 9 മണിക്ക് അവിടെ പോകണം പഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ 9:30 അവിടെ എത്തണം. പുറത്ത് പോകാൻ പറ്റില്ല. അവർക്ക് പുറത്ത് പോകണം, പഞ്ച് ചെയ്തിട്ട് പുറത്ത് പോകും അവര്. അതേമാതിരി 5 മണി വരെ ജോലി ചെയ്യുന്നത് 3 മണിക്ക് തന്നെ പോകും അവര് വണ്ടി പിടിക്കാൻ. അപ്പൊ ഇതിൽ പഞ്ച് ചെയ്താൽ അത് പറ്റില്ല, ഇതുവരെ നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു ചോദ്യം അങ്ങോട്ട് കേൾക്കട്ടെ. ഇതുവരെ മിഞ്ഞാന്ന് പോലും നമ്മുടെ സെക്രട്ടേറിയറ്റിലെ അത് സാധിക്കില്ല, യൂണിയൻ ഒപ്പോസ് ചെയ്തു. അതേമാതിരി നമ്മുടെ ചീഫ് മിനിസ്റ്റർ ജസ്റ്റ് കെപ്റ്റ് ഹിസ് ഐസ് ക്ലോസ്ഡ്. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ല? See, when I was there, working in our central government, 9 o'clock, same way, 5 o'clock ആണെച്ചാൽ 5 o'clock punching. Suppose in between, if you are going, yes, what purpose? You maintain a register. അത് നിങ്ങളുടെ ഓഫീസർ, ഇമ്മീഡിയറ്റ് ഓഫീസർ സൈൻ ചെയ്യും. How can you say that, even I am a consultant of a private company. 9,500 people are working in that unit in a private company. Biometric punching is there. If somebody is not punching, he will lose salary. See, why can't you implement this in government? So administration is lacking. Administration is tough ആണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കില്ല. യൂണിയൻ വേറെ, അഡ്മിനിസ്ട്രേഷൻ വേറെ. കാരണം ജനങ്ങളുടെ പൈസയാണത്. അല്ലാതെ നിങ്ങളവിടെ പഞ്ച് ചെയ്തിട്ട് ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ അല്ലെങ്കിൽ ആരുടെ മരണമോ കല്യാണത്തിനൊക്കെ പോയി പല ഇതുണ്ട്. അതായത് പഞ്ച് ചെയ്തിട്ട് പോവാതെ തന്നെ പല കല്യാണത്തിന് പോയിട്ട് ഓഫീസ് ടൈമിൽ പോയി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ദേ ഷുഡ് ബി പനിഷ്ഡ്. കാരണം lakhs of people are waiting for employment, or younger generation. So if somebody is doing that, it should be
the crime, mistakes. So disciplinary procedure should be very effective irrespective of any political party. That is the motto. I am also HR head. We had done like that. Never. I was there for 3 decades in the central government. Never we allowed anybody to come late, or never we allowed anybody to go outside before 5 o'clock also, unless some genuine reason is there, no? Suppose official work, then that has to be approved by the immediate officer, or half-day leave or something, that has to be. Only in one exceptional case, sometimes, I gave concession when I was in the government, actually, as HR head, Human Resource Development head. What was the exemption, one boy. So after all, we are human beings. Rule is there. Strictly we have to follow that. But it is within us that, how much, we are doing that actually. Sometimes, humanitarian aspect also we have to consider. So one day what happened, in my department, one gentleman was coming very late. So I asked, what is that? So he will laugh. No, sir, something else happened. No, I didn't come because I am sorry, sir. And tomorrow I will try. But after 2-3 days, again I found. Next week but then I did. There is a rule that 3 times 5 minutes late can be allowed. Afterwards, half-day salary will be deducted. So like that also I did. Half-day salary. Afterwards, I called that man to my cabin. Why? I just, in a friendly way, come, sit down. So he was not sitting in front of me. So I told him, please sit, take your seat. So I just heard, why you are coming late? What is the reason? When I heard that, he was going for blood transfusion, blood cancer. But I didn't tell this matter to anybody. But nobody can question me when I was the head, actually. So then I told you do that. No problem at all. Afterwards, you come. So nobody will tell you anything. That I will ensure. Go there, take care of your health. And because this is very crucial, because he is a blood cancer. And he was going for blood transfusion. That also to a great institute, postgraduate research institute in Chandigarh. So I just kept mum. I didn't tell anybody because personal things we should not disclose to anybody. So at that time, so what happened? Administrative issues to be handled on humanitarian basis also. So bureaucratic postgraduate, okay, under the Weberian model of administrative reforms in governance, certain rules were followed which were based upon the well-being, okay, job creations. Administration duty ആണ് job creations അല്ലേ. So establishment of hierarchical order. അഡ്മിനിസ്ട്രേഷനിലെ ഇത് കൂടുതലൊക്കെ നിങ്ങൾ വായിക്കുക. ഇത് പറയേണ്ട എസെൻഷ്യൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയാം. പ്രോട്ടോകോൾ ഹാസ് ടു ബി മെയിൻറ്റെയിൻ. ഒരു സബ് ഇൻസ്പെക്ടർ ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ് വെച്ചാൽ അതിൻ്റെ ഒരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് SHO കൊടുക്കണ്ടേ. SHO DSPക്ക് കൊടുക്കും, DSP SP കൊടുക്കും, SP IG കൊടുക്കും, IG ADGPക്ക് കൊടുക്കും. അല്ലാതെ ഒരു സബ് ഇൻസ്പെക്ടർ നേരിട്ട് DGPക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ വിൽ ഫോളോ. അതേമാതിരി ഗവൺമെന്റിലും ഇപ്പൊ നോക്കുള്ളൂ. ഇവിടെ നമ്മുടെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അണ്ടർ സെക്രട്ടറി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പൊ കലക്ടറാണ്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് കലക്ടർ കൊടുക്കാൻ പറ്റുമോ? ആദ്യം തഹസിൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ RDO മാത്രം ഡെപ്യൂട്ടി കളക്ടർ ടു കളക്ടർ ടു അങ്ങനെ പോകുന്നു. പ്രോട്ടോകോൾ ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അതേമാതിരി ഓഫീസിലും അതെ, എല്ലാ ഓഫീസിലും വർക്ക് ചെയ്യുമ്പോഴും പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. റിക്രൂട്ട്മെന്റ് ബേസ്ഡ്. പിന്നെ ഇവിടെ റിക്രൂട്ട്മെന്റ് ബേസ്ഡ് ഓൺ പ്രൊഫഷണൽ. ഇവിടെ പറയേണ്ട ഇതൊക്കെ ഞാൻ കുറെ പദമാണ്. റിക്രൂട്ട്മെന്റ് പ്രൊഫഷണൽ വേ ആയിരിക്കണം. Expertise because there is a huge shortage of skilled manpower in Kerala as well as in India. ജനങ്ങളുണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, അവരുടെ കാര്യമൊന്നുമില്ല. There is a shortage of human resources, skilled workforce. Though we are having huge workforce, one of the biggest in the world, പക്ഷേ skilled manpower sometimes is not available to fill the vacancies. ഓക്കെ, തിങ്ക് ഓവർ ഇറ്റ്. പിന്നെ ടെനർ, അതായത് നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്യുമ്പോൾ ഏജ് നോക്കണം ഓരോരുത്തരുടെ. അതനുസരിച്ചാണ്
നമ്മൾ റിട്ടയർമെന്റ് ഏജോ അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ബേസിസോ 5 കൊല്ലോ 3 കൊല്ലോ ഒക്കെ തീരുമാനിക്കേണ്ടത്. ഓക്കെ. ഓർഡിനറി രജിസ്ട്രേഷൻ വാസ് എക്സിക്യൂട്ടഡ് ടു സോർട്ട് ഔട്ട് ദ ഇവിൾസ് ഓർ ഡിഫറെന്റ് പ്രാക്ടീസ്. അപ്പൊ അങ്ങനെ അഡ്മിനിസ്ട്രേഷനിൽ പല ഇതുണ്ട്, ലെജിസ്ലേഷൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ഓഫ് ദ നമ്മുടെ കമ്പനികളിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നോക്കുന്നത്. ഗവൺമെന്റ് ആണ് പോളിസി ഉണ്ടാക്കുന്നത്. ഡയറക്ടർ ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, അവരൊക്കെയാണ് റൂൾ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് കലക്ടറല്ല. സെക്രട്ടറി ഇരുന്നാ അവരാണ് റൂള്. അത് കലക്ടർ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് കലക്ടറുടെ ഇന്റേണൽ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ റൂൾസ് ആർ ഫ്രെയിംഡ് ബൈ ദി സ്റ്റേറ്റ് അസംബ്ലി ആസ് വെൽ ആസ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്, നമ്മുടെ കേരള, ബട്ട് ദർ പാർലമെന്റ്. ഓക്കെ. അങ്ങനെ സെക്രട്ടറി അങ്ങനെ വരുന്നു ഓരോ വഴിക്ക്. സോ ഒബ്ജക്റ്റീവ് കൺസോളിഡേഷൻ ഓഫ് സ്റ്റേറ്റ് പവർ, റിമൂവൽ ഫ്രം. പിന്നെ സർപ്ലസ് സിവിൽ സർവൻസ്, വളരെ ശ്രദ്ധാപൂർവ്വം, എനിക്ക് സമയത്തിന്റെ കുറവുണ്ട്. സർപ്ലസ് സിവിൽ സർവന്റ് ദയവ് ചെയ്ത് സർപ്ലസ് ആയിട്ട് ആളെ റിക്രൂട്ട് ചെയ്യരുത്. വെരി വെരി ഡേഞ്ചറസ് തിങ്. Once you recruit any unwanted element, you will not be able to terminate that man, because if at all you want to terminate, it will take 1 year. That process, there is a rule. You have to do charge sheet, first charge sheet, second charge sheet, inquiry, this, then only you can initiate action. So think before you act, and we should not recruit any surplus manpower in any organization based on the vacancy, based on the input received from the lower, other departments. Only you have to recruit the people. And if somebody is asking 100%, you should ask 10% only. But then ask to manage. Otherwise, we will see like that. So remuneration, ശമ്പളം സ്കില്ലിനനുസരിച്ചിട്ട് കൂടും. അല്ലാണ്ട് ഒരേ മാതിരി ശമ്പളമില്ല. ചിലപ്പോൾ എക്സ്പീരിയൻസ് നോക്കേണ്ടി വരും. പിന്നെ റിട്ടയർമെന്റ് ഏജ് ചിലത് 60 ആണ്, ചിലത് 62 ആണ്, ചിലത് 65 ആണ്. നമ്മുടെ കേരളത്തിൽ 56 ആണ്. അങ്ങനെ ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ ഇതിലും സെൻട്രൽ ഗവൺമെന്റിലൊക്കെ പബ്ലിക് സെക്ടറിലും ഡിഫറെന്റ് ആണ്. സോഷ്യൽ കോൺട്രിബ്യൂഷൻ, പബ്ലിക് പോളിസി, എല്ലാവരുടെ പോളിസി, നാഷണൽ പോളിസി, ട്രെയിനിങ് ഉണ്ട്. പിന്നെ ഹ്യൂമൻ റിസോഴ്സസ്, ഇംപ്രൂവിങ് ഫൈനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ് പെൻഷൻ റിഫോംസ് ഉണ്ടല്ലോ. ഓരോരോ പെൻഷന്റെ നമ്മുടെ DNS അലവൻസ് കൂടുമ്പോൾ പെൻഷനും കൂടും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചിലയിടത്ത് പെൻഷൻ ഉണ്ട്, ചിലയിടത്ത് ഇല്ല. EPF-ന്റെ പെൻഷൻ കണ്ടില്ലേ, കിടന്നങ്ങൾ ചക്കര ശ്വാസം മുട്ടുന്നത്. അതായത് എങ്ങനെ വേണമെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടത്. സെൻട്രൽ ഗവൺമെന്റിനും അറിയില്ല, EPF അതോറിറ്റീസിനും അറിയില്ല എങ്ങനെ വേണമെന്ന് റൂൾ. മനസ്സിലായോ? എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് EPF-ന് തന്നെ അറിയില്ല. യു നോ ദാറ്റ് മോർ ദാൻ 20, എനിക്കറിയില്ല, ഒരു കാലത്ത് തന്നെ 20,000 കോടിയോളം അൺക്ലെയിംഡ് എമൗണ്ട് കിടക്കുന്നുണ്ടായിരുന്നു EPF-ൽ. എന്നിട്ടാണ് കരയുന്നത് നമ്മുടെ പാവങ്ങൾക്ക്. ഈവൻ വെറും എന്താ പറയുക, 58 രൂപ അല്ലെങ്കിൽ 100 രൂപ, 50 രൂപ, 800 രൂപ, 800 രൂപ ഉണ്ടായിരുന്നില്ല, 300 രൂപയാണ് പെൻഷൻ ഉണ്ടായിരുന്നത് EPF-ന്റെ. അത് UPA ഗവൺമെന്റ് ആയിരിക്കുന്ന സമയത്ത് അത് 1,000 ആക്കി. Now 1,000 rupees സാലറിയിലെ in this beautiful world, pension after 60 years you are getting a pension, or 58, whatever is that. And there is a long life, 60, 70, 80, 90. With this 1,000 rupees, can you survive? And whatever income, whatever salary, he was, that he must have utilized for children's education as well as their marriage or constructing house. Then he doesn't have any money in his pocket, and 1,000 rupees you are getting the pension, EPF. I am getting 1,100, rendering service of 30 years and having received a meritorious service award, 4 or 5, one from late President of India also. I am getting 1,100. That is, head load workers and our, what that family pension something, they are far better than me. My contribution, how much I made sacrifice, my entire career to the nation, I don't know. That much. But that is fixed pension by EPF. Many people are like that. So anyway, even FSCT also, less than 100 people are getting 800 rupees. What they will do, I don't know. Why they are not applying their mind, we don't understand actually. Anyway, so administrative reforms in Russia. So innovation civil service, അവിടെ innovation civil service, municipal government, ഓരോ സ്റ്റേറ്റിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഓരോ രാജ്യത്ത് 2 thoughts are underlined. അത് ജസ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ. വായിച്ചത് ജസ്റ്റ് സിമ്പിൾ ആണത്. പിന്നെ the prime responsibility to evaluate activity of the government good better, whether setting the law
ടാസ്ക്, റൂൾസ്, ഫങ്ഷൻസ്, റൂൾസ്, ഓക്കെ, അതാണ് അപ്ലൈങ് ദ റൂൾ. സി, ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം, അത് അപ്ലൈ ചെയ്യണം. പിന്നെ ഈ റഷ്യ, അതായത് ഇലക്ട്രോണിക്സ്, ഓക്കെ, ഫെഡറൽ പ്രോഗ്രാം, റഷ്യൻ ഫെഡറേഷൻ, പോസ്റ്റ് പബ്ലിക് മാനേജ്മെന്റ് റീഓർഗനൈസേഷൻ. പിന്നെ ഹിയർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ഇൻ ഇന്ത്യ, ബ്രിട്ടീഷ് വേ അഡോപ്ഷൻ. ഇവിടെ പല റിഫോംസ് ഉണ്ട്. ലോകായുക്ത, നമ്മുടെ മന്ത്രിമാരുടെ ഇത് ചീഫ് മിനിസ്റ്റർ അതുവരെയുള്ളതാണ്. ഇത് ലോക്പാൽ, ഇൻക്ലൂഡിങ് ടോപ്പ് ലെവൽ പീപ്പിൾ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ലോക്പാൽ ബിൽ, ലോകായുക്ത ഉണ്ട് ഇവിടെ, പിന്നെ സ്റ്റേറ്റിലുണ്ട് എല്ലാം. ലോക്പാൽ പറഞ്ഞാൽ അങ്ങോട്ടാണ് മേപ്പെട്ട്, ഇപ്പോൾ വെരി വെരി സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സോഷ്യൽ റിഫോംസ് ആണ്. പിന്നെ സോ ദ പ്രസന്റ് ഗവൺമെന്റ് is monitoring the implementation of reforms and development through platform known as Pragati, proactive government and timely implementation. അടുത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ചൈന. Reforms under conventional state-centered prototype, examining an alternative mechanism, ഐഡിയോളജി, എക്കണോമിക് സിസ്റ്റം, ഗ്ലോബൽ. അപ്പൊ എല്ലായിടത്തും ലോകത്തിൽ എന്താ നടക്കണമെന്നാണ്, അതനുസരിച്ച് പോളിസി ഉണ്ടാക്കണം. ഡ്യൂ ടു ഓവർ പ്രഷർ ഓഫ് ചൈനീസ് സൊസൈറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ലെജിറ്റിമസി, അതേമാതിരി സ്റ്റേറ്റ് ഓൺ എന്റർപ്രൈസ്, ഫിസിക്കൽ ഇഷ്യൂസ്, അങ്ങനെ ഓരോരോ ഗുഡ് ഗവേണൻസ്, ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു യെസ്. പിന്നെ ചേഞ്ചസ് കോഡിഫിക്കേഷൻ റൂൾസിനെ പറ്റിയിട്ടാണ്. ലേബർ റീഡിസ്ട്രിബ്യൂഷൻ, റീവിറ്റലൈസേഷൻ, അച്ചീവ്മെന്റ്, ആന്റി കറപ്ഷൻ, അഴിമതി. ഓക്കെ, ചൈനയിൽ ഭയങ്കര ഉണ്ട്, അഴിമതി ഉണ്ട്. പിന്നെ ഇത് റഫർകോ ഇൻസ്റ്റിറ്റ്യൂട്ട്, സൗത്ത് ആഫ്രിക്കയിലെ, ഇത് സൗത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയിലെ. ഓക്കെ, ദെൻ സൗത്ത് ആഫ്രിക്ക നെറ്റ്വർക്ക് ഓഫ് ട്രെയിനിങ് സെന്റർ, നെറ്റ്വർക്കിന്റെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, സ്റ്റിപ്പുലേഷൻ, ഗവൺമെന്റ് വാസ് ടേക്കിംഗ് steps to many administrative reform measures in South Africa. They are discussed implementation, national anti-corruption, ad hoc anti-corruption, ഓരോതാണ് സിവിൽ സൊസൈറ്റി ആക്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, പല രാജ്യങ്ങളിലും പലവിധ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഡിജിറ്റലൈസേഷൻ, നെറ്റ്വർക്ക് ട്രെയിനിങ് സെന്റേഴ്സ്, അവയർനെസ്, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, സർവീസ് ഡെലിവറി, ഇതിനൊക്കെ വേണ്ടിയിട്ട് പല അതേമാതിരി കറപ്ഷൻ, ഇതിനൊക്കെ വളരെയധികം ഇത് ചെയ്യുന്നുണ്ട്. അടുത്ത് conclusion of this unit, administrative reform and governance in BRICS, Brazil, Russia, India, China and South Africa, is a course that engages augmentation in the aptitude of an administrative system to realize its allotted goals. It engrosses full engagement in administrative alteration against fighting restructure. പലയിടത്തും റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും, അമെൻഡ്മെന്റ് ചെയ്യേണ്ടി വരും. It does not mean that the organizational reform എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച്. It is much broader in capacity and comprises domain enhancement in structure, progression and behaviors of the administrative system and its mechanism. Okay, but in this unit we have discussed the meaning, need and significance of administrative reforms in countries in the world. So this is the end of this unit and the end of this course. So I think I had taken that this is a 14 unit, I think units. So I had taken 8 classes, and time allotted was 1 hour. So within the allotted time, whatever possible I had taken, and I made it will be very useful to you. And I wish to express my sincere thanks to all listeners. Not only that, I wish you all the best in your future career as well. Thank you very much.